ആദ്യം തന്നെ ഇനിയിവിടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്രഹാം വൈറ്റ്. ഞാൻ വരുന്നത് മാലാരിക്കുളത്തു നിന്നാണ്. ഞാൻ 2023 ജർമ്മൻ എക്സാം കഴിഞ്ഞിട്ടും 2024 ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തതാണ്. പ്രോസസ്സിങ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് എനിക്ക് പോകാനായിട്ടുള്ള പ്രോസസ്സിങ്ങാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് എനിക്ക് ഏപ്രിലിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷേ ഫസ്റ്റ് സ്കൂൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഏപ്രിലിൽ. രണ്ടാമത്തെ ഞാൻ നഴ്സിംഗാണ് പഠിക്കാൻ പോകുന്നത്. എനിക്കപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്കൂൾ കൂടെ വേണം, ഹോസ്പിറ്റൽ വേണം. പക്ഷേ ഹോസ്പിറ്റലുകാർ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ 6 months നോട്ടീസ് പീരീഡ് ഉണ്ട്, അവർ ആ നോട്ടീസ് പീരീഡ് പാസ്സായില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ബാച്ചർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞ് നെക്സ്റ്റ് നമുക്ക് മാർച്ച് ഇൻടേക്കിലോട്ട് നോക്കാമെന്ന്. അങ്ങനെ മാർച്ച് ഇൻടേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ മാർച്ച് ഇൻടേക്കിന് ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല. അങ്ങനെ എനിക്ക് ആ മാർച്ച് ഇൻടേക്കും പോകാനായിട്ട് സാധിച്ചില്ല. എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എക്സാം പാസ്സായി പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ജർമ്മനിയിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഒന്നും ആകാതെ ഇങ്ങനെ നിൽക്കുക. ഓരോ സമയം ഒരു ദിവസം കഴിയുന്നതോടെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം കൂടെ പഠിച്ച എല്ലാവരും ജർമ്മനിയിൽ, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പ വന്നിട്ട് അപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു ഫെബ്രുവരി 2-ാം തീയതി വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാൻ ഇതേപോലെ ഉടമ്പടി പത്രികയായിട്ട് നിന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് സെയിം എൻ്റെ സിറ്റുവേഷനോട് കൂടി നിന്നൊരു പെങ്കൊച്ച് സാക്ഷ്യം പറയുക. ഞാൻ കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ആ കുട്ടി അന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടുമായിട്ട് നിന്ന് സാക്ഷ്യം പറയുക. ഞാനപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും ഇതേപോലെ ആ കുട്ടിയെപ്പോലെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ ഫെബ്രുവരി വന്ന് പോയി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു അനക്കമില്ലാതിരുന്ന എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഫെബ്രുവരി 2-ാമത്തെ ആഴ്ച എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നു. പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഓക്കെ മാതാവ് വിധിച്ചിട്ടില്ല. 2-ാമത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ഉടമ്പടിയിലൂടെ ജീവിതം നയിച്ചിട്ടും എനിക്ക് എന്താ കിട്ടാഞ്ഞെന്ന് ഓർത്തു. അപ്പം എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി. ഞാൻ ആകെ പിന്നെ ഞാനപ്പോൾ മാതാവിനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ വിശ്വാസം എല്ലാം പോയായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ കിട്ടാഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡ് കേൾക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്താ ദൈവത്തിനോട് പിണങ്ങുന്നത്, നിനക്ക് ഇതിലും വലുത് നല്ലത് വരും, നീ ചെയ്തുകൊണ്ടിരുന്ന നീ കണ്ടിന്യൂ ചെയ്ത് നിർത്താതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഡെയിലി ബ്രെഡ് കേട്ടു. അപ്പോൾ അവരെനിക്ക് 3-ാമത് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നു. 3-ാമത് ചെയ്ത് തന്നപ്പോഴേക്കും എന്നോട് ഏജൻറ്റ് പറഞ്ഞു, എടാ നിൻ്റെ 3-ാമത്തെ ഇൻ്റർവ്യൂ ആണ്, അവർ മാക്സിമം നിന്നെ എടുക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ, കാരണം നീ 2 ഇൻ്റർവ്യൂ ഫെയിലായതല്ലേ, അപ്പം നിനക്ക് ലാംഗ്വേജ് ഇല്ലെന്നും പറഞ്ഞിട്ട് അവർ നിന്നെ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ, മാതാവിനും തിരുക്കുമാരനും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഇൻ്റർവ്യൂ പാസ്സാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വലുതായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. ഞാൻ ഉടമ്പടി സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ, എൻ്റെ സിറ്റിയെക്കുറിച്ച്. നഴ്സിംഗ് ബേസായിട്ട് ഒരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല. എന്നോട് ബേസിക്കായിട്ട് നിൻ്റെ സിറ്റിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് മാത്രം അവർ ആ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്തു. എനിക്ക് ആ ഫസ്റ്റ് സ്കൂളിലെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ 2-ാമത് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി എന്നേക്കാൾ മുമ്പ് ഇൻ്റർവ്യൂ പാസ്സായിരുന്നു. അവർക്ക് പക്ഷേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അവർക്ക് ഫെയിലായി. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. ഫസ്റ്റ് അറ്റൻഡ് സ്കൂൾ ഇൻ്റർവ്യൂ കിട്ടിയവരാ, അവർക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ പോയെങ്കിൽ എനിക്ക് എന്തായാലും ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ കൃപാസനത്തിൽ ഒരു ദിവസം വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇൻ്റർവ്യൂ, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് അടുത്ത ദിവസം എന്തായാലും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണമെന്ന്. നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു ഉച്ചയായപ്പോൾ എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഇല്ലാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലുകാർ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നിനക്കിനി വിസയ്ക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. നിനക്കിനി ഇൻ്റർവ്യൂ ഇല്ല, നീ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാനായിട്ട് സമയത്ത് എൻ്റെ പാരൻസിന് ഇന്നും അറിയത്തില്ല, എൻ്റെ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ എഴുതിയ എക്സാമിൽ ഗ്രഹാം വൈറ്റ് എന്നുണ്ട്, 2 പ്രാവശ്യം വൈറ്റ് എന്നുണ്ട്. സർനെയിമിൻ്റെ സ്ഥലത്ത് വൈറ്റ് എന്ന് വീണ്ടും ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ്. പക്ഷേ എക്സാമിൽ ആ സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, 2ാമത് ഏതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, എന്തായാലും നമുക്ക് വെച്ച് നോക്കാം, ഇതിന് മുമ്പ് ഒരു കുട്ടിക്ക് നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, കാര്യം എക്സാമിന് വന്നിട്ട് 30,000 രൂപയ്ക്കാണ് ഒരു എക്സാമിന്. അപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റ് വെച്ചു. പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് 5:30 എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ
ഒപ്പം പ്രാർത്ഥന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാം കുരിശ് വരച്ച് ആശീർവദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാമായിട്ടും VFSC ചെന്നു. അപ്പോൾ VFSC കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിസ വരുമല്ലോ. പിന്നെ ഒരു മാസം കുറേ സമയം എടുക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ കുറേ ഉടമ്പടിയിൽ കേട്ടിട്ടുണ്ട്, കുറേ പേർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും തരും, ഞാൻ ഇത്ര ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡിലാണ് കത്തിക്കുന്നത്. പക്ഷെ അറിയാതെ എൻ്റെ കയ്യിലോട്ട് ആ നീല തിരിയെന്ന് കുറേ മെഴുക് എങ്ങനെ വീണെന്നറിയില്ല, കുറേ മെഴുക് എൻ്റെ കയ്യിലോട്ട് വീണു. ഞാൻ കൈ കുഴഞ്ഞിട്ട് ഇതെന്താ രാവിലെ തന്നെ എന്താണല്ലോ എന്ന് കുറേ പൊള്ളി എൻ്റെ കൈ. എന്നിട്ട് എന്നോട് പെട്ടെന്ന് മനസ്സിൽ ഫോൺ നോക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് 11 നമ്പർ മാത്രമാണ് എൻ്റെ കണ്ണിൽ പെട്ടത്, 11. പിന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ 11 നമ്പർ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു മാസം അടുത്തായി വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ 2023 എക്സാം എഴുതിയത്. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. അതിൽ 2 പേരുടെ വിസ റിജക്റ്റ് ആയെന്നും പറഞ്ഞ് എന്നെ പുള്ളി വിളിച്ചു. റീസൺ വന്നിരിക്കുന്നത് 2023 എക്സാം എഴുതി ലാഗ്, അതായത് ഇത്ര എന്ത് വന്നെന്നും പറഞ്ഞുകൊണ്ടാണ്, സമയം വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനും 2023 2 എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോടും പറഞ്ഞു, നീ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്താണെങ്കിലും. പിന്നെ നീ അപ്പോൾ ഞാൻ കൃപാസനത്തിലെ കാര്യമൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ, നീ നല്ലപോലെ പ്രാർത്ഥിക്ക്, നമുക്ക് മനുഷ്യരാൽ കഴിയാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം വന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജൂൺ 6 വിസയ്ക്ക് വെക്കുന്നത്. ജൂണിന് 10 വെച്ചവർക്ക് വരെ അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. എനിക്ക് വരുന്നില്ല. വീണ്ടും ടെൻഷനായി. ഞാനോർത്ത് ഇനി എനിക്ക് റിജക്ഷൻ ആയിരിക്കാം, മേ ബി അതായിരിക്കും വരാത്തതെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ നിന്ന സമയത്ത് 11-ാം തീയതി, അതായത് ഈ ജൂലൈ 11 എനിക്ക് അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് വിസ അവിടുന്ന് ഇതിന് ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചതിന് മാതാവ് എനിക്ക് അന്ന് 11 ഡേറ്റ് തന്നായിരുന്നു. ആ 11 ഡേറ്റിനാണ് എനിക്ക് അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്നും കൊണ്ട് അയച്ചത്. അതുപോലെ തന്നെ ഞാൻ ഒരു ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് വിസ കിട്ടണമെന്നും. പക്ഷേ ചൊവ്വാഴ്ചയല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെനിഞ്ഞാന്ന് 11-ാം തീയതി കഴിഞ്ഞപ്പോഴേക്കും 14-ന് വിസ ഇവിടെ പാസ്പോർട്ട് വരത്തുള്ളതെന്നാണ് കാണിച്ചേക്കുന്നത്, ഡെലിവർ ആകത്തുള്ളത് കാണിച്ചത്. അപ്പം ഞാൻ നാളെ എന്നും പണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി ധ്യാനം ഉണ്ടെന്ന് വെച്ചാൽ. പിന്നെ ഉടമ്പടി ധ്യാനത്തിനിരിക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇന്ന് എന്തായാലും കിട്ടത്തില്ലെന്ന് എന്നോട് ഏജൻറ്റ് പറഞ്ഞു, നാളെ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ഇന്ന് ഞാനിവിടെ ഉടമ്പടി ധ്യാനത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, മാതാവ് എന്തായാലും എനിക്ക് കിട്ടണേ, എനിക്ക് നാളെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേന്ന്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി ഇവിടെ റിസൾട്ട് വന്നില്ല, റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് എക്സാം പാസ്സാവുമെന്നുകൊണ്ട് സാക്ഷ്യം നേരത്തെ കൂട്ടി എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിരുന്ന എൻ്റെ ഫോണിൽ സാക്ഷ്യം ടൈപ്പ് ചെയ്ത് വെച്ച് നാളെ പറയാനായിട്ട്. നാളെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നാളെ പറയാനുള്ള സാക്ഷ്യം ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചു. ധ്യാനം തുടങ്ങി. ഒരു 12:45 എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു. കൊറിയർ വന്നിട്ടുണ്ട്, നിൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. 2 മണിക്ക് മുമ്പ് വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്ന സമയം അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച മാതാവേ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അതിൽ വിസ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. കാര്യം ഇതിൽ കൂടുതൽ മാതാവിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിസ ആയിരിക്കുമെന്ന് ഉറപ്പായി. ഞാൻ ചെന്ന് തുറന്ന് നോക്കി, എനിക്ക് അതിൽ വിസയായിരുന്നു. 2023 എക്സാം ചെയ്ത് 2 പേരുടെ വിസ റിജക്റ്റായി. പക്ഷേ 23 എഴുതിയ എനിക്ക് മാത്രമാണ് വിസ. അത് എനിക്കിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാതാവിന് എഴുതാൻ മാത്രം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, മാതാവേ എൻ്റെ കഴിവിനാൽ എനിക്കൊന്നും കിട്ടത്തില്ല, വിസ കിട്ടത്തില്ല. ഞാൻ വെച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല. കാരണം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ അമ്മയുടെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ അപ്പൻ്റെ പേരിൽ KF എന്ന് അഡീഷണൽ ആയിട്ട് ഇൻഷ്യലൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും റിജക്ഷൻ വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് വിസ കിട്ടൂ. ഇത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്ന എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കൃപ കൊണ്ട്, എൻ്റെ കഴിവിനാലൊന്നും നടക്കത്തില്ല, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചതായിരുന്നു. ചേച്ചി ഇപ്പം 3 മാസം പ്രഗ്നൻറ്റുമാണ്. ഞാൻ ഈ ഓഗസ്റ്റ് 31-ാം തീയതി ജർമ്മനിയിലോട്ട് ഫ്ലൈ ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ജർമ്മനിക്ക് പോകാനായിട്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ കിട്ടുന്ന പോലെ ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടായി ഫീസ് അടക്കാനും അങ്ങനെയുള്ള ബേസിക്കായിട്ട് നീഡ്സിന് ബുദ്ധിമുട്ടുന്നവരെ എൻ്റെ സാലറിയിൽ നിന്നൊരു എമൗണ്ട് കൊടുത്ത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ
ഞാൻ പത്രങ്ങൾ വാങ്ങി കൊടുക്കുമായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും റെയിൽവേ സ്റ്റേഷനുകളിലും വീടിൻ്റെ അടുത്തെല്ലാം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ സിഗ്നലുകൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഞാൻ കൃപാസനത്തിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഈച്ച് ആൻഡ് എവരി വൺ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു. ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കഴിവിന് ഒന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം ഡെയിലി പേഴ്സണൽ പ്രെയർ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാക്സിമം ഞാൻ പണ്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് പാട്ട് കേൾക്കുകയും റീൽസ് കാണുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കേൾക്കുന്നത് കൂടുതലും വചനങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. മാക്സിമം ഞാൻ കുർബാനകളിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. 126 സങ്കീർത്തനം 6 തിരുവചനം. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഗ്രഹാം വൈറ്റിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. വളരെ വേദനയോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മറ്റെല്ലാവരും ജർമ്മനിയിലേക്ക് കയറി പോകുന്നത് വേദനയോടുകൂടി നോക്കി നിന്നു. പക്ഷേ ഈ മകൻ്റെ അമ്മ അവനോട് വളരെ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി പറഞ്ഞു, നിനക്ക് നല്ലൊരു ഓഫർ കിട്ടും എന്നുള്ള വലിയൊരു ആശ്വാസവചനം ഈ മകനോട് പറഞ്ഞുവെങ്കിലും വളരെ വേദനയോടെയാണ് ഈ കാര്യത്തിന് വേണ്ടി കാത്തിരുന്നത്. ഇൻ്റർവ്യൂസിൻ്റെ ടെൻഷനൊക്കെ വളരെ മനസ്സിൽ അപായപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും ആദ്യത്തെ ടെസ്റ്റ് പാസ്സായപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടാമത്തെ ഹോസ്പിറ്റൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ ടെസ്റ്റ് മകന് വളരെ ഈസി ആയിരുന്നു. കാരണം ഹോം സിറ്റിയെക്കുറിച്ചാണ് മകനോട് ചോദിച്ചതെല്ലാം. രണ്ടാമത് ഹോസ്പിറ്റൽ വിസ ഇല്ലാതെ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ അടിച്ചു വന്ന് ഇന്നലെ മാതാവ് കൊടുത്ത ആ ഡേറ്റിൽ തന്നെ വിസ ഡിസ്പാച്ചായി. ഇന്ന് ആരാധനയിലിരിക്കുമ്പോഴാണ് ഈ മകന് കോൾ വന്ന് കൊറിയറായി മകൻ്റെ വിസ കയ്യിലെത്തിച്ചത്. അമ്മയോട് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യ ഡേറ്റിനാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമുക്ക് സമയം അല്പം വൈകിപ്പോയാലും ബെസ്റ്റ് ഓഫറാണ് എപ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത്. നമ്മുടെ ഉടമ്പടിയിൽ നാം എത്രമാത്രം വിശ്വസ്തരാണോ, നാം ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിൽ, പാലിക്കുകയല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായും നമ്മുടെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയും കൃത്യസമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള കൃപ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വിശ്വസ്തരായിരിക്കാം, ഈ ജീവിത വിശുദ്ധി നമുക്ക് കൈവരിക്കാം. നമ്മുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായി ചെയ്യുകയും നാം എപ്പോഴും വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നാം കുരിശ് വരയ്ക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുകയും നമുക്ക് തന്നെ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിലായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, എല്ലാ പഠിക്കുന്ന മക്കളുടെയും നിയോഗങ്ങളെയും, ജോലിയില്ലാത്ത മക്കളുടെ നിയോഗങ്ങളെയും, വിഷമാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വിദേശങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.